ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം 10-ാം ദശകം. സൃഷ്ടിഭേദങ്ങൾ. 7-ാം ശ്ലോകം. തസ്യാധ സർഗരസികസ്യ മരീചിരത്രീ തത്രാംഗിരാ ക്രതുമുനി പുലഃ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. അല്ലയോ ഭഗവാനെ, അനന്തരം സൃഷ്ടികർമ്മത്തിൽ രസിച്ച ബ്രഹ്മാവിൻ്റെ അംഗങ്ങളിൽ നിന്ന് മരീചി, അത്രി, അങ്കിരസ്, ക്രതു, പുലഹൻ, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ എന്നിവരും അവിടുത്തെ പാദഭക്തനായ ശ്രീനാരദനും സൃഷ്ടിക്കപ്പെട്ടു. 8-ാം ശ്ലോകം. ധർമാദികാനഭിസൃജന്നഥ കർദമം ച വാണിം വിധായ വിധിരംഗജ സങ്കുലോഭൂത് ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈ ഉദ്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ചൻ. പിന്നീട് ബ്രഹ്മാവ് ധർമാദിദേവന്മാരെയും കർദമ പ്രജാപതിയെയും സൃഷ്ടിച്ചു. പിന്നീട് സരസ്വതീ ദേവിയെ സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹം കാമാതുരനായി തീർന്നു. അവിടുത്തെ പ്രേരണയാൽ സനകാദിദക്ഷന്മാരാൽ ഉദ്ബോധിതനാക്കപ്പെട്ടപ്പോൾ അജ്ഞാനമുപേക്ഷിച്ച് അദ്ദേഹം പിന്തിരിഞ്ഞു. 9-ാം ശ്ലോകം. വേദാൻ പുരാണനിവഹാനപി സർവവിദ്യാ കുർവന്നിജാനന ഗണാചതുരാനനോസൗ പുത്രേഷു തേഷു വിധിധായ സർഗവൃദ്ധിമപ്രാപ്നുവംസ്തവ പദാംബുജമാശ്രിതോ ഭൂത്. ആ ചതുർമുഖനായ ബ്രഹ്മാവ് തൻ്റെ മുഖങ്ങളിൽ നിന്ന് വേദങ്ങളെയും പുരാണങ്ങളെയും സകല വിദ്യകളെയും സൃഷ്ടിച്ച് പുത്രന്മാരെ ഏൽപ്പിച്ചു. എന്നിട്ടും സൃഷ്ടികർമ്മത്തിന് അഭിവൃദ്ധിയുണ്ടാകാത്തതായി കണ്ട് അവിടുത്തെ പാദങ്ങളെ ശരണം പ്രാപിച്ചു. 10-ാം ശ്ലോകം. ജാനന്നുപായമഥ ദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമഭജന്മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർധയംസ്ത്വം ഗോവിന്ദ മാരുതപുരേശ നിരുന്ധിരോഗാൻ. പിന്നീട് ഒരു ഉപായമറിഞ്ഞ് ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ രണ്ടായി പകുത്തുകൊണ്ട് മനുവും മനുപത്നിയുമായി സ്ത്രീപുരുഷഭാവത്തെ സ്വീകരിച്ചു. ഗുരുവായൂർപുരനാഥനായ അല്ലയോ ഗോവിന്ദ, അവരിലൂടെ മനുഷ്യകുലത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവിടുന്ന് അടിയന്റെ എല്ലാ രോഗങ്ങളും ഇല്ലാതാക്കണേ. ഹരേ കൃഷ്ണ.